റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം പിൻവലിച്ചുവെന്ന് വാർത്ത വരുന്നുണ്ട്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ സമരം പിൻവലിച്ചത്. 3 മാസത്തെ കുടിശ്ശിക തുക ഉടൻ വിതരണം ചെയ്യുന്ന മന്ത്രി ഉറപ്പുകൊടുത്തു. അതേസമയം തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരമെന്ന തീരുമാനത്തിൽ നിന്ന് റേഷൻ വ്യാപാരികൾ പിന്നോട്ടില്ല എന്നാണ് അറിയുന്നത്. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന വാതിൽപ്പടി വിതരണക്കാർ ജനുവരി 1 മുതൽ സമരത്തിലായിരുന്നു. ഇതോടെ റേഷൻ കടകളിൽ ധാന്യങ്ങൾ എത്തിയിരുന്നില്ല. 2014 മുതലുള്ള 10% കുടിശ്ശിക വാതിൽപ്പടി വിതരണക്കാർക്ക് നൽകാനുണ്ട്. ഇതോടൊപ്പം ഒക്ടോബർ മുതലുള്ള തുകയും കുടിശ്ശികയായി. ഓൺലൈനായി നടത്തിയ ചർച്ചയിൽ കുടിശ്ശിക തുക ഉടൻ നൽകാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ തുക ഉടൻ നൽകും. വേതന വർധനവിന്റെ നിലവിലുള്ള വേതനത്തിന്റെ വർധനവിന്റെ വിഷയം മാത്രമാണ് ഇപ്പോൾ നമുക്ക് പരിഗണിക്കാൻ കഴിയാത്തത്. ആ വിഷയത്തിലും അവരോട് ഇന്നലെ ഞാൻ ഓൺലൈൻ ചർച്ചയിൽ പറഞ്ഞു, വേതന വർധനവിന്റെ കാര്യം പരിഗണിക്കാവുന്ന വിഷയം തന്നെയാണ്, തള്ളിക്കളയുന്ന വിഷയമല്ല, പരിഗണനയിലുള്ള വിഷയം തന്നെയാണ്. തിങ്കളാഴ്ച മുതൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തുമെന്ന് കരാറുകാർ മന്ത്രി അറിയിച്ചു. എന്നാൽ വേതന പാക്കേജ് അനുവദിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് റേഷൻ വ്യാപാരികൾ. ഇന്നലെ ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തങ്ങളെ അവഹേളിച്ചെന്നും വ്യാപാരികൾ വിമർശിക്കുന്നു. 24 തിരുവനന്തപുരം.